ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളെ ഏവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ വിശേഷത്തിലേക്ക് കിടക്കാം. അപ്പോൾ അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ഒന്നും ചെയ്ത് വെച്ചിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ട് ഒരു ലൈക്ക് അടിച്ചിട്ട് ഒരു ഹൈപ്പും കൂടെ ചെയ്തിട്ട് വീഡിയോ കാണാൻ വേണ്ടി ശ്രമിക്കണേ. അപ്പോൾ നമുക്ക് നേരെ വിശേഷത്തിലേക്ക് തന്നെ കിടന്നാലോ. അങ്ങനെ നമ്മുടെ ശ്രുതി ഉണ്ടല്ലോ, ശ്രുതിയുടെ ഇളയച്ചനെ വിളിച്ച് ക്യാഷ് ചോദിക്കുന്ന ആ ഒരു രംഗമാണ്. അപ്പോൾ ഇളയച്ചനാണെന്ന് പറഞ്ഞ് മീരനെയാണ് വിളിക്കുന്നത്. മീര പറഞ്ഞു, നിനക്കെന്താ ഭ്രാന്താണോടി, നീ എന്തിനാടി എന്നെ ശല്യം ചെയ്യുന്നത് എന്നൊക്കെ ചോദിച്ചപ്പോഴത്തേക്കും മീര ചോദിക്കുന്നതിന് ആൻസർ ഒന്നും അല്ല നമ്മുടെ ശ്രുതി പറയുന്നത്. അത് പിന്നെ ഇളയച്ച, എനിക്കൊരു 75 ലക്ഷം രൂപയുടെ ആവശ്യം ഉണ്ടായിരുന്നു, ഞങ്ങളൊരു ബംഗ്ലാവ് മേടിക്കാൻ പോവാണ്, അപ്പോൾ 75 ലക്ഷം രൂപ കുറവുണ്ട്, തരാൻ പറ്റുമോ, അച്ഛനോടൊന്ന് ചോദിക്കാൻ പറ്റുമോ എന്നൊക്കെ പറഞ്ഞ് ദയനീയമായ ഒരു അവസ്ഥയിലാണ് സംസാരിക്കുന്നത്. അപ്പുറം മറു സൈഡിൽ നിന്ന് മീര നല്ല ചീത്ത പറയാ, 70 കിലോ 70 കിലോ ഇറച്ചി വേണമെങ്കിൽ വീരാന്റെ കയ്യിൽ നിന്ന് ഞാൻ നിനക്ക് മേടിച്ചു തരാം, അല്ലാതെ 75,000 രൂപയൊന്നും മേടിച്ചു തരാനൊന്നും പറ്റത്തൊന്നുമില്ല, നീ ഒരു കാര്യം ചെയ്യുക, കണ്ണും പൂട്ടി സത്യങ്ങളൊക്കെ അങ്ങ് വിളിച്ച് അങ്ങോട്ട് പറയാ, അപ്പോഴത്തേക്കും ശരിയായിക്കോളും, എല്ലാം ശരിയായിക്കോളും, അല്ലെങ്കിലേ നീ ഇതുപോലെ 100 കള്ളങ്ങൾ പറഞ്ഞ് ജീവിക്കേണ്ടി വരൂടി എന്നൊക്കെ ആ സൈഡിൽ നിന്ന് പറയുന്നുണ്ട്. അപ്പൊ അതൊന്നും മൈൻഡ് ചെയ്യാതെ നമ്മുടെ ശ്രുതി ഇവിടെ നിന്ന് എന്നാ പിന്നെ ശരി ഇളയച്ച, ഞാൻ എൻ്റെ അവസ്ഥ കൊണ്ട് ചോദിച്ചതാ എന്നൊക്കെ പറഞ്ഞ് ഫോണും കട്ട് ചെയ്യാണ് കേട്ടോ. ഈ സമയത്ത് ശ്രുതിയല്ല ശ്രുതി ഇരുന്ന് പ്രാർത്ഥിക്കാൻ, എൻ്റെ ഈശ്വരാ ഇളയച്ച പൈസ തന്നാൽ മതിയായിരുന്നേ എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ശ്രുതി വന്ന് ചോദിക്കുകയാണ്, അതെന്താ പ്രശ്നമാണോ, എന്താ പറ്റിയത് എന്ന്. അപ്പോഴത്തേക്കും ചന്ദ്രൻ ചോദിച്ചു, നിന്റെ ഇളയച്ചൻ എന്ത് പറഞ്ഞു, നീ പറയ. അത് പിന്നെ ആന്റി, ഞാൻ സംസാരിച്ചത് നിങ്ങളൊക്കെ കേട്ടതല്ലേ, ഇപ്പം ഇത്രയും പണം അറേഞ്ച് ചെയ്തു തരാന് ഒറ്റയടിക്ക് പറ്റില്ലെന്നാ ഇളയച്ചൻ പറയുന്നത്. അപ്പോഴത്തേക്കും ചന്ദ്ര, കഷ്ടമായി പോയല്ലോ മോളെ, അതെന്താ പറ്റാത്തത്? അത് പിന്നെ പറ്റത്തില്ലെന്നാ പറഞ്ഞത്, മാത്രമല്ല എൻ്റെ അച്ഛൻ്റെ ബാങ്ക് അക്കൗണ്ടും പ്രോപ്പർട്ടിയൊക്കെ ഇപ്പം ഫ്രീസായിട്ട് കിടക്കുകയാണ്, അതുകൊണ്ടാ ക്യാഷ് അയക്കാൻ പറ്റാത്തത് എന്ന്. വല്ലാത്തൊരവസ്ഥയായി പോയി ആന്റി, ഞാൻ എന്ത് ചെയ്യാനാ, എനിക്കും ഒന്നും ചെയ്യാൻ പറ്റുന്നില്ലല്ലോ ശ്രുതി, എനിക്കാണ് ഒരുപാട് സങ്കടവും വിഷമവും ഒക്കെ ആവണുണ്ട് എന്ന് പറഞ്ഞപ്പോഴത്തേക്കും, ദേ അച്ഛ കേട്ടോ എൻ്റെ ശ്രുതി പറഞ്ഞത്, എനിക്ക് ഏതായാലും വീട് വിറ്റ് എൻ്റെ ഷെയർ തരണം, എനിക്ക് തന്നേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും രവീന്ദ്രൻ പറഞ്ഞു, ഞാൻ പറയാനുള്ളത് പറഞ്ഞല്ലോ, ഷെയർ ഒന്നും തരാനൊന്നും പറ്റത്തൊന്നുമില്ലെന്ന് പറഞ്ഞിട്ട് അകത്തേക്ക് കയറി പോവുകയാണ്. ഈ സമയത്ത് ചന്ദ്രയ്ക്ക് മുന്നിൽ നമ്മുടെ ശ്രുതി, അത് പിന്നെ അമ്മേന്ന് പറഞ്ഞപ്പോഴത്തേക്കും തന്നെ ചന്ദ്ര പറഞ്ഞു, ഇല്ലടാ, വീട് വിൽക്കാൻ ഏതായാലും പറ്റത്തൊന്നുമില്ല, നിങ്ങൾ വേറെ വഴിയിലും ഒരു 75 ലക്ഷം രൂപ സംഘടിപ്പിക്കാൻ നോക്കാം, അല്ലാതെ വീട് വിറ്റുകൊണ്ട് ഒരു 25 ലക്ഷം രൂപ നിനക്ക് തരാനൊന്നും എന്നെ കൊണ്ട് പറ്റില്ലെന്ന് ചന്ദ്രയും പ്രയാസം അവിടെ ഇരുന്ന് പറഞ്ഞിട്ട് ചന്ദ്ര അങ്ങോട്ട് എണീറ്റ് പോയി. തകർന്നില്ലേ നമ്മുടെ ശ്രുതി, ബംഗ്ലാവ് മേടിക്കാൻ സ്വപ്നവുമായിട്ട് അവിടെ ഇരിക്കുന്ന ശ്രുതിയുടെ മുമ്പിലാണ് ഇതൊക്കെ പറയുന്നത്, തകരാതിരിക്കുമോ? ഏതായാലും എല്ലാവരും അവിടെ നിന്ന് അങ്ങ് മാറിപ്പോവാണ് കേട്ടോ. ഈ സമയത്ത് സച്ചി നമ്മുടെ രേവതിയോട് പറയുകയാണ്, അത് പിന്നെ സച്ചിയേട്ടാ, ഇപ്പം ശ്രുതി അവളുടെ ഇളയച്ചനോടാണ് സംസാരിച്ചത്. ഇളയച്ചനോടല്ലേ പിന്നെ സംസാരിച്ചത്, പിന്നെ വേറെ ആരോടാ? അതെ, എനിക്ക് അങ്ങനെയല്ല തോന്നുന്നത്, അവളുടെ ഇളയച്ചനെ അല്ല വിളിച്ചത്, അത് ഉറപ്പാ. ഇളയച്ചനെ അല്ലെന്നോ, നീ എന്തായി പറയുന്നത്? അത് പിന്നെ അവളെ പതുക്കെയല്ലേ സംസാരിച്ചത്, മെല്ലെ മെല്ലെ അവള് തന്നെ ചോദിക്കുകയും മറുപടിയൊക്കെ പറയുകയൊക്കെ ചെയ്യുന്ന പോലെ എനിക്ക് തോന്നിയത്. അപ്പൊ അവള് ഡ്രാമ കളിക്കുമായിരുന്നോ, അതാണോ നീ പറയുന്നത്? അതെ, അങ്ങനെയാ സച്ചേട്ടാ എനിക്ക് തോന്നുന്നത്. ഓ, അപ്പൊ ഇവളൊരു ഫ്രോഡ് തന്നെയല്ലേ, നമുക്ക് ഫോണൊന്നും എടുത്ത് നോക്കിയാലോ? അയ്യോ വേണ്ട വേണ്ട, എല്ലാം കാലം തെളിക്കുന്ന പറയാറില്ലേ, അതുപോലെ കാലം തെളിയിക്കട്ടെ, നമുക്ക് വെയിറ്റ് ചെയ്യാം, കാലം തെളിയിക്കും മിക്കവാറും എന്ന് സച്ചി. ഏതായാലും ഇത് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ ശ്രുതിയും സംസാരിക്കുന്നതാണ് കാണിക്കുന്നത്. അങ്ങനെ നമ്മുടെ ശ്രുതി പറയാ, അത് പിന്നെ ശ്രുതി, നമ്മുടെ 30 ലക്ഷം പോയോ? 30 ലക്ഷം പോയൊന്നുമില്ല, നമുക്ക് എങ്ങനെയെങ്കിലും വേറൊരു വഴി കണ്ടെത്താം, അവരുടെ മുമ്പിൽ തോറ്റു കൊടുക്കാൻ ശ്രുതി ഇല്ല, ശ്രുതിക്ക് അതിന് പറ്റത്തില്ല, നമുക്ക് എങ്ങനെയെങ്കിലും ശരിയാക്കണം ആ 75 ലക്ഷം എന്നൊക്കെ പറഞ്ഞിരിക്കുക. ഏതായാലും ഇതൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ ശ്രീകാന്ത് ഇങ്ങനെ നിൽക്കുന്നു. ശ്രീകാന്ത് ഇങ്ങനെ എന്തൊക്കെയോ ആലോചിച്ച് പറിക്കൊള്ളുന്നപ്പോഴത്തേക്കും ആ വഴി വർഷം വന്നു കേട്ടോ. വർഷം നോക്കിയപ്പോഴത്തേക്കും ശ്രീകാന്ത് എന്തൊക്കെയോ ഭയങ്കര ചിന്ത ആലോചനയൊക്കെയാണ്. അങ്ങനെ വർഷ ചോദിക്കുക, അല്ല ശ്രീകാന്ത് എന്താ ഇങ്ങനെ ആലോചിക്കുന്നത്? അത് പിന്നെ ഞാനേ സുധിയേട്ടനെ കുറിച്ച് ആലോചിക്കുകയായിരുന്നു, എന്ത് ഫിഷാണ് നമ്മുടെ സുധിയേട്ടന്. അത് ശരിയാട്ടോ, അദ്ദേഹം പറഞ്ഞപ്പോ എനിക്ക് ഷോക്കായി പോയി, അദ്ദേഹം ഭയങ്കര മണി മൈൻഡഡാ. അതേന്നെ, കുട്ടിക്കാലം മുതലേ സുധിയേട്ടനെ കുറിച്ച് മാത്രമേ ചിന്തിക്കത്തുള്ളൂ. ഇപ്പൊ മനസ്സിലായോ എന്തിനാ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അടിക്കുന്നതെന്ന് എൻ്റെ സച്ചേട്ടൻ? ഇപ്പോഴും കിട്ടിയാനെ, ഇടയ്ക്കൊന്ന് ജസ്റ്റ് മിസ്സായി പോയതല്ലേ. ഏതായാലും എനിക്കൊരു വേറൊരു ഒപ്പീനിയനാ സച്ചേട്ടനെ കുറിച്ച്. ഞാൻ വീട്ടിൽ വന്നതിന് ശേഷമാണ് സച്ചേട്ടനെ കുറിച്ച് മനസ്സിലാക്കിയത്. കുറച്ച് റഫൊക്കെയാണ്, പക്ഷെ അദ്ദേഹം ആകുന്നത്ര ഹാർഡ് വർക്ക് ചെയ്യും, മറ്റുള്ളവരുടേതായ ഒന്നും അദ്ദേഹം ആഗ്രഹിക്കുന്നില്ല, അദ്ദേഹം നല്ലൊരു മനുഷ്യനാ. അത് പിന്നെ സച്ചേട്ടൻ ഇങ്ങനെയൊക്കെ മാറ്റിയെടുത്ത് രേവതിയെടുത്ത് തന്നെയാ. പക്ഷേ
സുധിയേട്ടൻ കുറെ പഠിച്ചു എന്നല്ലാതെ അദ്ദേഹത്തിന് ഒരു സെൻസും ഇല്ല. ശ്രുതി ചേച്ചിനെ കല്യാണം കഴിച്ചില്ലായിരുന്നെങ്കിൽ ഒരു ജോലിക്കും പോവാതെ ഇപ്പോഴും ചുമ്മാ അത് ചുറ്റിക്കറങ്ങി നടന്നേനെ. അതൊരു കണക്കിന് ശരിയാ എന്ന് നമ്മുടെ ശ്രീകാന്ത്. അപ്പോഴത്തേക്കുമാണ് വർഷയല്ല, ശ്രുതിയും വരുന്നത്. അവരെ കണ്ടതും നമ്മുടെ ശ്രീകാന്ത് ചോദിച്ചു, അല്ല എടി വർഷേ, നമ്മൾ പറഞ്ഞതൊക്കെ കേട്ട് കാണുമോ? ഏയ്, കേട്ടൊന്നും കാണത്തില്ലെന്ന്. അങ്ങനെ കേൾക്കാൻ മാത്രം ഒച്ചയ്ക്കൊന്നും അല്ലല്ലോ പറഞ്ഞതെന്ന്. എന്നാൽ ഈ സമയത്ത് നമ്മുടെ ശ്രുതിയും കൂടി ഇവരുടെ അടുത്തേക്ക് വരികയാണ് കേട്ടോ. അപ്പൊ അങ്ങനെ ശ്രുതി ചോദിച്ചു, എന്താ നിങ്ങൾ രണ്ടുപേരും ഇവിടെ വന്ന് നിൽക്കുന്നത്? അത് പിന്നെ ചുമ്മാ നിൽക്കായിരുന്നു ഇടത്തി. അത് പിന്നെ എടാ ശ്രീകാന്ത്, നീ അച്ഛൻ പറഞ്ഞത് കേട്ടില്ലേടാ? അല്ല പിന്നെ അച്ഛൻ എന്താ ഏട്ടാ പറയേണ്ടത്? അച്ഛൻ വേറെ എന്താ പറയേണ്ടത്? അച്ഛൻ പറഞ്ഞത് ശരിയല്ലേ? അത് പിന്നെ എന്റെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ നീ എങ്കിലും ഒന്ന് മനസ്സിലാക്കണം. 30 ലക്ഷം രൂപ ഞാൻ കൊടുത്തു. ഇനി 2,70,00,000 രൂപ കൊടുത്തില്ലെങ്കിൽ ഞാൻ കൊടുത്ത 30 ലക്ഷം രൂപ നഷ്ടമാവില്ലേ? പിന്നെ ഈ വീട് തിരിച്ച് അവരുടെ പേരിൽ തന്നെ ആവുകയും ചെയ്യും. അതുകൊണ്ടാ ഞാൻ പറയുന്നത്, ഒരു 2 കോടി രൂപ എനിക്ക് ലോൺ കിട്ടും. പിന്നെ ബാക്കി ഒരു 70 ലക്ഷം രൂപ അത് നീ എങ്ങനെയെങ്കിലും ഒന്ന് തന്ന് എന്നെ സഹായിക്കണം. 70 ലക്ഷം രൂപ ഞാൻ തരാനോ? എന്താ എന്റെ പൊന്നു സുധിയേട്ടാ ഈ പറയുന്നത്? എന്റെ കയ്യിൽ ക്യാഷ് ഒന്നുമില്ല. 70 ലക്ഷം എന്റെ കയ്യിൽ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ സ്വന്തമായിട്ട് റെസ്റ്റോറന്റ് തുടങ്ങിയേനെ. അത് പിന്നെ നിന്റെ കയ്യിൽ അത്രയും കാശൊന്നും ഇല്ലെന്ന് എനിക്ക് അറിയാം. ഞാൻ അതല്ല പറഞ്ഞു വരുന്നത്. പിന്നെ എന്താ പറഞ്ഞു വരുന്നത്? അത് പിന്നെ നിന്റെ അമ്മായി അച്ഛന്റെ കയ്യിലെ ക്യാഷ് ഉണ്ടാവുമല്ലോ, നിന്റെ അമ്മായി അച്ഛനോട് ഒന്ന് ചോദിച്ചിട്ട് എടാ മേടിച്ച് താടാ. നീ ചോദിച്ചാൽ തരും അദ്ദേഹം, അത് ഉറപ്പായ കാര്യം. അപ്പോഴത്തേക്ക് നമ്മുടെ വർഷ പറഞ്ഞു, അത് പിന്നെ എന്റെ അച്ഛൻ്റെ കയ്യിൽ ക്യാഷൊക്കെ ഉണ്ട്, അതിനെന്ത് വേണം? അതിന് നിങ്ങൾക്ക് എന്ത് വേണം? അപ്പൊ ശ്രുതി ഇങ്ങ് വന്നിട്ട്, വർഷേ നിന്റെ അച്ഛനോട് പറഞ്ഞിട്ട് ഒരു 70 ലക്ഷം രൂപ എങ്ങനെയെങ്കിലും മേടിച്ചു തരാൻ പറ്റുമോ? അതെങ്ങനെ മേടിക്കാനാ ശ്രുതി ചേച്ചി എന്താ ഈ ചോദിക്കുന്നത്? അത് പിന്നെ നീ നിന്റെ അച്ഛന്റെ ഒരേ ഒരു മകളല്ലേ, അദ്ദേഹത്തിനുള്ളതൊക്കെ നിനക്കല്ലേ. അപ്പൊ നിനക്ക് ചോദിക്കാനുള്ള റൈറ്റ്സ് ഉണ്ട്, നിനക്ക് അവകാശപ്പെട്ടതിൽ നിന്നല്ലേ നീ ചോദിക്കുന്നത്. അതിനിപ്പോ എന്താ പ്രശ്നം ഇരിക്കുന്നത്? പക്ഷെ നീ ഒരു 70 ലക്ഷം രൂപ ചോദിക്ക്. എന്നിട്ട് ഞങ്ങൾക്ക് വേണ്ടിയല്ലേ ഞങ്ങൾക്ക് മേടിച്ചതാ. ആഹാ, പിന്നെ നിങ്ങളുടെ ഹസ്ബൻഡ് അദ്ദേഹത്തിന്റെ അച്ഛനോട് സ്ഥലത്തിന്റെ ഷെയർ ചോദിച്ചതുപോലെ എന്റെ അച്ഛനോട് ഞാൻ ചോദിക്കത്തില്ല. ഐ ഡോണ്ട് കെയർ, എനിക്കത് കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല ഷെയർ ഒന്നും. ഞാനൊരു കാര്യം പറയാം, എനിക്ക് പറ്റത്തില്ല. അത് പിന്നെ വർഷമോളെ, എന്താ നീ ഇങ്ങനെയൊക്കെ പറയുന്നത്? നിന്റെ അച്ഛന്റെ സ്വത്തുവകകളുടെ ഒരേ ഒരു അവകാശം നീയല്ലേ, വേറെ ആരും ഇല്ലല്ലോ. അല്ല, നിനക്ക് പിന്നെ ചോദിക്കാൻ ഇത്ര മടി എന്താ? അദ്ദേഹം എന്നെ നന്നായി പഠിപ്പിച്ചു, എനിക്ക് നല്ലൊരു ലൈഫ് തന്നു. എനിക്ക് അത് മാത്രം മതി. അല്ലാതെ അദ്ദേഹത്തിന്റെ സ്വത്തോ പണമോ ഒന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല. അവരുടെ ക്യാഷും പണവും ഒക്കെ എനിക്ക് കിട്ടിയിട്ട് എനിക്ക് എന്തിനാ? ഞങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കണം, അത് മതി. പിന്നെ അച്ഛനമ്മമാർ എപ്പോഴാണോ മക്കൾക്ക് കൊടുക്കുന്നത് അപ്പം മേടിച്ചാൽ മതി. അവർക്കറിയാം അത് കൊടുക്കേണ്ട സമയം എപ്പോഴാണെന്ന്. അല്ലാതെ ഇപ്പോഴേ ചെന്ന് കൈ നീട്ടി നിൽക്കാനൊന്നും എന്നെ കൊണ്ട് പറ്റില്ല. അവർക്ക് എനിക്ക് ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ അവർ സമയമാകുമ്പോൾ തന്നോളൂ. അല്ലാതെ ഞാനായിട്ട് പോയി അവരോടൊന്നും ചോദിക്കില്ല, അത് ശരിയല്ല. അത് പിന്നെ വർഷ മോളെ, ഞങ്ങൾ കടായിട്ടാ ചോദിക്കുന്നത്, അല്ലാതെ വെറുതെ അല്ലല്ലോ. പ്ലീസ് വർഷ, ഒരു കടമായിട്ട് തന്നൂടെ? അപ്പോഴത്തേക്കും നമ്മുടെ ശ്രീകാന്ത് അല്ല ശ്രുതി പറഞ്ഞു, ശ്രുതി പറഞ്ഞു, എടാ ശ്രീകാന്തെ, നീ എങ്ങനെയെങ്കിലും മേടിച്ചു തടാ. സച്ചിയാണ് എനിക്ക് ഒരു ഹെൽപ്പ് ചെയ്യത്തില്ല, നീ എങ്കിലും ഒന്ന് ചെയ്യ. ഓ, അല്ല ഞാനൊരു കാര്യം ചോദിക്കട്ടെ സുധിയേട്ടൻ ആരെങ്കിലും സഹായിക്കാറുണ്ടോ? ആരെങ്കിലും ഒന്ന് ചിന്തിച്ചു നോക്കിയേ. ജീവിതത്തിൽ ഇന്ന് വരെ ആർക്കെങ്കിലും ഒരു ഹെൽപ്പ് സുധിയേട്ടൻ ചെയ്തിട്ടുണ്ടോ? സച്ചേട്ടന് വെറും ചെറിയ വരുമാനമാണ്. അപ്പോഴും സച്ചേട്ടൻ ഞാൻ പഠിക്കുന്ന സമയം തൊട്ട് ക്യാഷ് തരാറുണ്ട്. സുധിയേട്ടൻ എനിക്ക് എന്തെങ്കിലും തന്നിട്ടുണ്ടോ? പോട്ടെ, ഒരു ഷർട്ടെങ്കിലും മേടിച്ച് തന്നിട്ടുണ്ടോ? ഇല്ലല്ലോ. എടാ എന്തുവാടാ നീ പറയുന്നത്? ഞാൻ ഇപ്പോഴല്ലേ ഒന്ന് ലെവലായിട്ട് വന്നത്. എന്റെ കയ്യിൽ ക്യാഷ് ഉണ്ടായിരുന്നെങ്കിലേ ഞാൻ സുധിയേട്ടനെ സഹായിച്ചേനെ. ഏതായാലും വർഷയുടെ അച്ഛനോട് ചോദിച്ച് കൈ നീട്ടി നിൽക്കാനൊന്നും എന്നെ കൊണ്ട് പറ്റത്തില്ല. എടാ, നിനക്ക് ചോദിക്കാനുള്ള റൈറ്റ്സ് ഉണ്ടല്ലോടാ, അതും കൊണ്ടല്ലേ ഞാൻ പറഞ്ഞത്. അപ്പോഴത്തേക്ക് ശ്രുതി പറഞ്ഞു, അത് പിന്നെ നാളെ നീ ഒരു റെസ്റ്റോറന്റ് തുടങ്ങുമ്പോൾ മോനെ ശ്രീകാന്തെ, നീ പൈസ ചോദിക്കത്തില്ലേ? ഓ ഇല്ല, ചോദിക്കത്തില്ല. ഒരു ദിവസമേ എനിക്ക് ഇഷ്ടമുള്ള ക്യാഷ് എഴുതി എടുത്തോളാൻ പറഞ്ഞ് ഒരു ബ്ലാങ്ക് ചെക്ക് കൊണ്ട് തന്നതാ. എനിക്ക് എത്ര ലക്ഷം വേണമെങ്കിലും എഴുതായിരുന്നു, ഞാൻ അത് ചെയ്തില്ല. ആ ചെക്ക് ഞാൻ തിരിച്ചു കൊടുക്കുക ചെയ്തത്, എനിക്കതിന്റെ ആവശ്യമില്ല. അപ്പോഴത്തേക്ക് വർഷ പറഞ്ഞു, അമ്മ ആ ചെക്ക് കൊടുത്തതിന്റെ പേരിൽ ശ്രീകാന്ത് എന്നെ എന്തുമാത്രം വഴക്ക് പറഞ്ഞെന്ന് അറിയാമോ? അപ്പോഴത്തേക്ക് നമ്മുടെ ശ്രുതി പറഞ്ഞു, അത് പിന്നെ നീ നിനക്ക് വേണ്ടി മേടിക്കണ്ട, അത് പിന്നെ എനിക്കാന്നും പറഞ്ഞ് നിനക്ക് മേടിക്കത്തില്ലെന്ന് ചോദിച്ചപ്പോഴത്തേക്ക് ശ്രീകാന്ത് പറഞ്ഞു, പിന്നെ എനിക്ക് പറ്റത്തൊന്നുമില്ല, എനിക്ക് വേണ്ടിയാ ചോദിക്കുന്നത്, പിന്നെയല്ലേ ഞാൻ സുധിയേട്ടന് വേണ്ടി ചോദിക്കുന്നത്. അത് പിന്നെ പ്ലീസ് എടാ, ഒന്ന് ഹെൽപ്പ് ചെയ്യടാ. ദേ സുധിയേട്ടന് വേണ്ടി ഞാൻ അവരുടെ മുമ്പിൽ ചെന്ന് കൈ നീട്ടണം അല്ലെ?
എന്നിട്ട് അവരെന്നെ കുറിച്ച് എന്ത് പറയും? നാണമില്ലേ ശ്രുതിയേട്ടാ? എന്നെ അതിനൊന്നും കിട്ടത്തൊന്നുമില്ല, എനിക്ക് അതിനൊന്നും പറ്റത്തുമില്ല, ചുമ്മാ വെറുതെ. അപ്പോഴത്തേക്ക് ശ്രുതി പറഞ്ഞു, ശ്രീകാന്തെ നീ എന്തിനാ ഇങ്ങനെ ദേഷ്യപ്പെടുന്നത്? പിന്നെ ദേഷ്യപ്പെടാതെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വന്ന് പറഞ്ഞാൽ എങ്ങനെയാ ദേഷ്യപ്പെടാതിരിക്കുന്നത്? ശ്രുതിയേട്ടനെ എന്റെ അച്ഛനോട് ഷെയർ ചോദിച്ചത് ഞാൻ എനിക്ക് കലി വന്നിട്ടിരിക്കുകയാണ്. ഇനിയിപ്പം വർഷയുടെ അച്ഛനോട് പോയി ഞാൻ പൈസ ചോദിക്കണം പോലും. ഓ, അതൊന്നും ശരിയാകത്തൊന്നുമില്ല. എന്ത് ഹേർട്ടാവും അറിയാമോ? അങ്ങോട്ട് അവരോട് നമ്മൾ പൈസയൊക്കെ ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരിഷ്ടമുള്ളപ്പോൾ നമുക്ക് പൈസയൊക്കെ തരട്ടെ. എന്തൊക്കെ പറഞ്ഞാലും ഞാൻ വർഷയുടെ അച്ഛനോട് ക്യാഷ് ചോദിക്കത്തില്ല, അതിന് എന്റെ മാന്യത അനുവദിക്കത്തില്ല. അപ്പൊ വർഷ പറഞ്ഞു, അത് പിന്നെ ആന്റി ചേച്ചിയുടെ അച്ഛനോട് ക്യാഷ് ചോദിക്കാൻ പറഞ്ഞില്ല, അതും വലിയ തെറ്റ് തന്നെയാണ്. ചേച്ചിയുടെ അച്ഛനോട് വിളിച്ച് എന്തിനാ ചോദിക്കുന്നത്? അപ്പോഴത്തേക്കും സുധി പറഞ്ഞു, നീയും സച്ചിനെ പോലെ എന്നെ ഹെൽപ്പ് ചെയ്യത്തില്ലല്ലേ? അത് മാത്രമല്ല, ആരും എന്നെ ഹെൽപ്പ് ചെയ്യില്ല, എനിക്കറിയാം, എനിക്ക് മനസ്സിലായി, എല്ലാം എനിക്ക് മനസ്സിലായി. നിന്നെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല, എല്ലാരും ഇങ്ങനെയാണല്ലോ. മാസ ശമ്പളം മേടിക്കുന്നവരുടെ ഇടയിൽ കിടന്ന് ജീവിക്കുന്ന എന്നെ പറഞ്ഞാൽ മതിയല്ലോ. നിങ്ങളോടൊന്നും എന്ത് പറഞ്ഞാലും ഒരു ഉപകാരം ഉണ്ടാകാൻ പോകുന്നില്ല. ഈ കുടുംബത്തിൽ പറഞ്ഞ എന്റെ ജീവിതം തൊലഞ്ഞു, അല്ലാതെ എനിക്ക് ഒന്നും പറയാനില്ല. ഈ കുടുംബത്തിൽ വന്ന് പിറന്നതേ കഷ്ടകാലാണ്. ഞാനേ ഒരു വീട് മേടിക്കാൻ തുടങ്ങുമ്പോ എല്ലാവർക്കും കണ്ണിക്കടി. വാ ശ്രുതി, നമുക്ക് പോകാം എന്ന് പറഞ്ഞ് സുധീനെ വിളിച്ചോണ്ട് സുധി അങ്ങ് പോവാണ് കേട്ടോ. ഈ സമയത്ത് നമ്മുടെ വർഷ പറഞ്ഞു, ഇതെന്താ ഇങ്ങനെയൊക്കെ പറയുന്നത് സുധിയേട്ടൻ? മുഴുത്ത ഭ്രാന്ത്, അല്ലാതെ പിന്നെ എന്താ പറയുക, മുഴുത്ത ഭ്രാന്ത് തന്നെ. ഓ, എന്നാലും വലിയ കഷ്ടമായി പോയിട്ട്. ഇത് എന്തൊരു സ്വഭാവം എന്റെ പൊന്നു ശ്രീകാന്തെ. ഇത് വല്ലാത്ത സ്വഭാവം തന്നെയാ. അതെ, നല്ല തല്ലിന്റെ കുറവായിരുന്നു എന്നൊക്കെ. അതിൽ ഇത് കഴിഞ്ഞ് നമ്മുടെ ശ്രുതിയും ഒരു മൂലയ്ക്ക് പോയി ഇരിക്കുകയാണ് കേട്ടോ. ഒരു എത്തും പാടും പിടിയും കിട്ടുന്നില്ല. 75 ലക്ഷം രൂപ ഉണ്ടാക്കണ്ടേ. അങ്ങനെ നമ്മുടെ ശ്രുതി പറഞ്ഞു, കണ്ടില്ലേ ശ്രുതി, നമുക്കൊരു ആവശ്യം വന്നപ്പോ ആരുമില്ല നമ്മളെ സഹായിക്കാന്. അതങ്ങനെയാ, അവരെക്കാൾ മറ്റാരും വലുതാകാൻ പാടില്ല. ഏട്ടനനിയന്മാരാണെങ്കിൽ പോലും അങ്ങനെ ചിന്തിക്കത്തുള്ളൂ. ഓ, ഇതൊക്കെ എനിക്ക് ഇപ്പോഴല്ലേ മനസ്സിലായത്. സുധി വലിയ വീട് മേടിക്കുന്നത് കണ്ട് സന്തോഷിക്കുന്നവരൊന്നും അല്ല നമുക്ക് ചുറ്റുമുള്ളത്. ഇവർക്കൊക്കെ ശ്രുതിയോട് അസൂയയും കുശുമ്പും ഒക്കെയാ. അത് പിന്നെ ശ്രുതി ഇതങ്ങനെ വിട്ടുകൊടുക്കാൻ പറ്റത്തില്ല. എങ്ങനെയെങ്കിലും ക്യാഷ് സംഘടിപ്പിച്ച് നമുക്ക് ഈ വില്ല മേടിച്ചെടുക്കണം. ഇല്ലെങ്കിലേ എനിക്ക് സമാധാനം ഉണ്ടാവില്ല. നിന്റെ അച്ഛനെ വിളിച്ച് ഒന്നും കൂടെ ക്യാഷ് ട്രൈ ചെയ്യാൻ ചോദിക്കുക. അപ്പോഴത്തേക്ക് നമ്മുടെ ശ്രുതി, അത് പിന്നെ അതൊന്നും പറ്റത്തില്ല. അതെങ്ങനെ പറ്റാൻ? ജയിലിൽ കിടക്കുന്ന ഒരു മനുഷ്യനെ ഞാൻ പറഞ്ഞതല്ലേ, കൂടെ അവരോട് ക്യാഷ് ചോദിക്കുന്നത് ഒന്നും ശരിയല്ല. ഇതിപ്പോ എത്രാമത്തെ തവണയാ? അച്ഛനുള്ളതൊക്കെ പിന്നീട് നമുക്ക് തന്നെയല്ലേ കിട്ടുന്നത്. വെയിറ്റ് ചെയ്യാം, അല്ലാതെ പിന്നെ ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അച്ഛനെ ഇഷ്ടപ്പെടുത്തുമില്ല, പിന്നോട്ട് തരത്തുമില്ല. നമുക്ക് ക്യാഷ് കിട്ടാൻ വേറെ എന്തെങ്കിലും സോഴ്സ് ഒക്കെ ഉണ്ടോ എന്ന് നോക്കാന്ന് പറഞ്ഞപ്പോഴത്തേക്ക്, എന്ത് സോഴ്സ്? ഇനി എന്തായാലും എന്റെ മുമ്പിൽ ഒരു വഴിയേ ഉള്ളൂ. ആ സബ് ഡീലേഴ്സിനോടൊക്കെ സംസാരിച്ച് നമുക്കൊന്ന് ഉഷാറാക്കണം. എന്നിട്ട് നല്ല ബിസിനസ് നടന്നാൽ നമുക്ക് അഭിലാഷ് സാറിനോട് ക്യാഷ് അഡ്വാൻസ് ആയിട്ട് മേടിക്കാലോ. അത് നല്ലൊരു ഐഡിയ തന്നെയാണ് സുധി. എല്ലാവരുടെയും മുമ്പിൽ നമുക്ക് ജയിച്ച് കാണിക്കണം സുധി. തോക്കാൻ പാടില്ല, ജയിക്കണം. അതെ, ഇത് നമ്മുടെ പേരിൽ തന്നെ രജിസ്റ്റർ ചെയ്യണം ഈ വീട്. അതിനു വേണ്ടതൊക്കെ നമുക്ക് ചെയ്യണം. 70 ലക്ഷം മാത്രം പോരാ, രജിസ്ട്രേഷൻ ചെലവ് വേറെ കാണണം. അതിനും ഒരു തുകയാകും. ഓ, ഇനിയിപ്പോ ഇതിനൊക്കെ എത്ര ക്യാഷ് വേണ്ടി വരും എന്നൊന്നും എനിക്കറിയില്ല. നമുക്ക് നാളെ രാവിലെ രജിസ്റ്റർ ഓഫീസിൽ പോയി ചോദിക്കാം എത്ര വില വരും എന്നൊക്കെ. എന്തായാലും ഈ വീട് നമുക്ക് സ്വന്തമാക്കിയേ പറ്റത്തുള്ളൂ സുധി. അതെന്റെ ഒരു വാശിയായി പോയി. നമ്മളെ ഹെൽപ്പ് ചെയ്യാത്തവരുടെ മുമ്പിൽ നമുക്ക് തല ഉയർത്തിപ്പിടിച്ച് നിൽക്കാൻ കഴിയണം. കഴിയണം. നമ്മൾ തല ഉയർത്തിപ്പിടിച്ച് നിൽക്കും സുധി. നമ്മൾ വിചാരിച്ച പോലെ തന്നെ നടക്കും. നീ എന്റെ കൂടെ ഉണ്ടെങ്കിൽ എനിക്ക് സാധ്യമാകാത്തതൊന്നും തന്നെ ഇല്ല. നീ കൂടെ നിന്ന് കഴിഞ്ഞാൽ നമുക്കിത് പിടിച്ചെടുക്കാൻ പറ്റും, ഈ വീട് സ്വന്തമാക്കാൻ പറ്റും. അങ്ങനെ അവരിങ്ങനെ സംസാരിച്ചുകൊണ്ടൊക്കെ ഇരിക്കുന്നു. പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ സച്ചിനെ രേവതിയാണ്. അപ്പൊ സച്ചി രേവതി ഇങ്ങനെ എന്താ പറയാ, ആ ഒരു നിലാവുള്ള രാത്രി രണ്ടുപേരും അങ്ങോട്ടൊക്കെ ഇങ്ങോട്ടൊക്കെ നടന്ന് പരസ്പരം കണ്ണിലൊക്കെ നോക്കി. അങ്ങനെ നമ്മുടെ രേവതിയോട് പറയാണ്, എന്ത് നല്ല വീടാ, എത്ര മുറികളാ അല്ലേ രേവതി? ഓ, കുറെ മുറികളൊക്കെ ഉണ്ടായതുകൊണ്ട് ഒരു കാര്യമില്ല സച്ചേട്ടാ, അതുകൊണ്ട് മാത്രം ഇത് നല്ല വീടാകുന്നത് എങ്ങനെയാ? അതെന്താ നീ അങ്ങനെ പറയുന്നത്? അല്ല, വേറൊന്നും അല്ല, ഒരു വീട്ടിൽ ജീവിക്കേണ്ട മനുഷ്യരെ നോക്കിയല്ലേ വീട് നല്ലതാണോ അതോ വീട് മോശമാണോ എന്നൊക്കെ നമ്മൾ നോക്കുന്നത്. വലിയ വീട്ടില് ചെറിയ മനസ്സുള്ള മനുഷ്യരാണ് കഴിയുന്നതെങ്കിൽ ആ വീട് നല്ലതാണെന്ന് പറയാൻ പറ്റുമോ? ഒരിക്കലും പറയാൻ പറ്റത്തില്ല. അപ്പം നീ എന്തായി പറയുന്നത്? നമ്മൾ കഴിയുന്ന വീട് ചെറുതാണെങ്കിലും വലുതാണെങ്കിലും അത് നല്ലതായിരിക്കുന്നതാണോ? അതെ സച്ചേട്ടാ. അല്ല, നിനക്ക് ഇങ്ങനൊരു ബംഗ്ലാവ് പണിത് തരണമെന്ന് എനിക്ക് നല്ല ആഗ്രഹമുണ്ട്. നമ്മളതിപ്പോ എവിടെയാ പണിയാ? ഓ, ബംഗ്ലാവ് ഒന്നും പണിയണ്ട സച്ചേട്ടാ, തമാശയാണെങ്കിലും കേൾക്കാൻ രസമുണ്ട് കേട്ടോ. ഇനി സച്ചേട്ടൻ വലിയൊരു വീട് മേടിച്ചു തരാന്ന് പറഞ്ഞാലും എനിക്ക് വേണ്ട. എനിക്ക് ഒരു ചെറിയ വീട് മാത്രം മതി. അത് ശരിയാ, ചെറിയ വീട് മതിയല്ലേ സച്ചി?
അല്ല, അവന് ഇതെന്തിന്റെ സൂക്കേടാന്ന് എനിക്കറിയത്തില്ലാത്തത്. ഇത്രയും പൈസയൊക്കെ കടം മേടിച്ച് ഉണ്ടാക്കി വീടൊക്കെ ഒപ്പിക്കാനായിട്ട്. അത് പിന്നെ അവർക്ക് കടം മേടിക്കാൻ നാണമില്ല. അതുകൊണ്ട് അവര് സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീടൊക്കെ മേടിക്കുന്നു. അതിനിപ്പോ എന്താ, നമ്മൾ അതൊന്നും അന്വേഷിക്കേണ്ട കാര്യമില്ല. പിന്നെ അമ്മയ്ക്ക് ഭയങ്കര സന്തോഷമായി. വന്നതുപോലെ പുകഴ്ത്തിക്കൊണ്ടിരിക്കുന്നത് കേട്ടില്ലേ. അവർ ഈ മേടി ഈ വീ- ഈ വീ- ഈ വീട് മേടിച്ചിട്ടുണ്ടെങ്കിൽ അവർക്കൊപ്പം അമ്മയായിരിക്കും ഇവിടെ താമസിക്കുന്നത്. അമ്മ ഇങ്ങോട്ടേക്ക് വന്നാലോ, അച്ഛന് വേറെ വഴിയില്ലല്ലോ, അച്ഛനും ഇങ്ങോട്ടേക്ക് വരും. അതേ, അത് അതങ്ങനെ ആയിരിക്കുമല്ലോ സച്ചേട്ടാ. അച്ഛനൊന്നും വരാൻ പോകുന്നൊന്നുമില്ല. അച്ഛൻ നമ്മുടെ കൂടെ അവിടെ സന്തോഷമായിട്ട് ജീവിക്കും. അവിടെ തന്നെയായിരിക്കും അച്ഛൻ. ആ വീടൊന്നും വിറ്റ് അച്ഛൻ എങ്ങോട്ടും പോകത്തില്ല, എനിക്കതറിയാം. അല്ല, ഉറപ്പാണോ സജ്ജേട്ടാ? ഉറപ്പാണെന്നേ, പിന്നല്ലാതെ അച്ഛൻ എവിടെ പോകാനാ? അച്ഛൻ എനിക്കറിയത്തില്ലേ. ഞാന് ഒന്ന് വീട്ടിൽ വരാൻ വൈകിയാൽ തന്നെ എത്ര വട്ടം എന്റെ അച്ഛൻ എന്നെ വിളിക്കുന്നറിയാമോ? ഇങ്ങനെ വിളിച്ച് 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 ചോദിച്ചോണ്ടേയിരിക്കും. എന്നെ കാണാതെയോ സംസാരിക്കാനോ ഒന്നും ഇരിക്കാന് കാണാതെയോ സംസാരിക്കാതെയോ ഒന്നും ഇരിക്കാൻ അച്ഛന് പറ്റത്തില്ല. എനിക്കും അങ്ങനെ തന്നെയാ. ഞങ്ങൾക്കുള്ളില് അങ്ങനെ ഒരു ഇതുണ്ട്, ബോണ്ടിങ്. ആ ബോണ്ടിങ് ഉള്ളത് കൊണ്ടും ആ ബന്ധം ഉള്ളത് കൊണ്ടും ഒക്കെ ഞങ്ങള് ഇങ്ങനെ അങ്ങ് മുന്നോട്ടേക്ക് പോകും. ഒരു ഫ്രണ്ട്ഷിപ്പ് ഒക്കെ ഉണ്ട്, ഒരു നല്ലൊരു ബന്ധമുണ്ട് ഞാനും എൻ്റെ അച്ഛനുമായിട്ട് എന്നൊക്കെ പറഞ്ഞ് അവരിങ്ങനെ സംസാരിച്ചോണ്ട് നടക്കാൻ കേട്ടോ. പിന്നെ അങ്ങ് രേവതിയുടെ സ്വപ്നങ്ങളും, രേവതി എങ്ങനെ വീട് കെട്ടണമെന്നും, ഒരു നാലുമുറ്റമുള്ള വീട് വേണമെന്നും, നാലുകെട്ടുള്ള വീട് വേണമെന്നും ഒക്കെ പറഞ്ഞ് ഇങ്ങനെ ഓരോ സ്വപ്നങ്ങളൊക്കെ ഇങ്ങനെ പറയാണ്. അങ്ങനെ സച്ചി അതൊക്കെ കേട്ടോണ്ട് അവരുടെ സ്വപ്നങ്ങളൊക്കെ കേട്ട് ഇങ്ങനെ ഇരിക്കുന്ന ഒരു സീനാണ് കേട്ടോ. ആ സീൻ കാണിച്ചിട്ടാട്ടോ ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. അപ്പൊ എല്ലാവരും കാത്തിരിക്കും അടുത്ത വിശേഷത്തിന്. അടുത്ത വിശേഷമായി എത്രയും പെട്ടെന്ന് വരാം. ഹൈപ്പും ലൈക്കും അടിക്കാൻ മറക്കരുതേ.